ചരിത്രപ്രസിദ്ധമായ പുനലൂർ തൂക്കുപാലത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. ഒരു മാസത്തിനുള്ളിൽ പാലത്തിന്റെ ജോലികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാലത്തിന്റെ പ്ലാറ്റ്ഫോം നിർമ്മിക്കാനുള്ള തടിയുടെ ലഭ്യതക്കുറവാണ് ജോലികൾ വൈകാൻ കാരണം. കേരളത്തിലെ ആദ്യ തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത ശേഷമാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പാലത്തിന് നടുവിലൂടെ ഉണ്ടായിരുന്ന ജലവിതരണ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുക, തേക്കിൻ തടി കൊണ്ടുള്ള പ്ലാറ്റ്ഫോം പുതിയ തടി ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക എന്നിവയാണ് പ്രധാന പുനരുദ്ധാരണ ജോലികൾ. പാലത്തിന്റെ നിർമ്മാണ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചു എന്ന് കരുതപ്പെടുന്ന കിണറും വൃത്തിയാക്കുന്നുണ്ട്. തടി ലഭിക്കാനുള്ള പ്രയാസമാണ് ജോലികൾക്ക് പ്രധാന തടസ്സമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ മാസം യഥാർത്ഥത്തിൽ തീരേണ്ടതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഈ തമ്പകത്തടിക്കുള്ള കുറേ കൂടി കിട്ടാനുണ്ട്. അത് ഈ കടക്കാമൺ ഡിപ്പോയിലും കുളത്തൂപ്പുഴ ഡിപ്പോയിലും ആയിരുന്നു മുന്നേ ഇത് കളക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഡിപ്പോയിൽ ഇത് കിട്ടാനില്ലെന്നും കുറേ കൂടി ഇതിന് ബാലൻസ് പണി തീർക്കാൻ കുറേ കൂടി തടികൾ ആവശ്യമായിട്ടുമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഒരു മാസത്തിനകത്ത് വെച്ച് തീരുമെന്നാണ് അവസാന ഘട്ടത്തിൽ ഇതിൻ്റെ കോൺട്രാക്ടർ അറിയിച്ചിട്ടുള്ളത്. 1980 പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത പാലത്തിന് സമാന്തരമായി കോൺക്രീറ്റ് പാലം നിർമ്മിച്ചതോടെയാണ് തൂക്കുപാലം ആർക്കും വേണ്ടതായത്. പാലത്തിന് നടുവിലൂടെയുള്ള ജലവിതരണ പൈപ്പുകളിൽ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് ക്ലോറിൻ വെള്ളം വീണ് തടി കൊണ്ടുള്ള പ്ലാറ്റ്ഫോം നശിക്കുകയായിരുന്നു. ഒരു മാസത്തിനകം ജോലികൾ പൂർത്തിയാക്കാനാകുമെന്നാണ് കരുതപ്പെടുന്നത്. റിപ്പോർട്ടർ, കൊല്ലം.